ഫോട്ടോ ഏതായിരുന്നു? നമുക്കൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നോർമൽ ആ കോസ്റ്റ്യൂമിൽ തന്നെയുള്ള ഫോട്ടോയാണ്. എന്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്ത് കണ്ടില്ലല്ലോ ഇൻസ്റ്റാഗ്രാമിൽ. അതുണ്ട്, അത് ഞാൻ പിന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതൊക്കെ കാണുന്നു, അതിലുണ്ടെന്ന് തോന്നുന്നു. ആക്ച്വലി നമുക്കൊക്കെ ഭയങ്കര ഫോട്ടോഗ്രാഫി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എല്ലാവരുടെ ഫോട്ടോസും എടുക്കും. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ഞാൻ അവിടെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്നുണ്ട്, ഇവിടെ നിൽക്കും ഫോട്ടോ എടുക്കട്ടെ. അപ്പൊ കേൾക്കേണ്ട താമസം ഞാൻ ഭയങ്കര സന്തോഷവതിയായിട്ട് പോയി ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. നമുക്ക് എടുത്ത ഫോട്ടോ. ഓ അത് ശരി, എവിടെ ഇട്ട് കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോസ് എടുക്കും, എന്നിട്ട് നമുക്കൊക്കെ ഇഷ്ടമായെങ്കിൽ മാത്രമേ നമുക്ക് തരൂ. അപ്പൊ നമുക്കൊക്കെ ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടു, അപ്പൊ എനിക്ക് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെയുണ്ടല്ലേ, ഇഷ്ടപ്പെട്ടാൽ മാത്രമേ. കാരണം ഒരു ഫോട്ടോഗ്രാഫർ എപ്പോഴും നല്ല ഫോട്ടോ ആണെന്ന് തോന്നിയാൽ മാത്രമേ നമുക്ക് തരൂ. അതുപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്നറിയോ, CBI 5 ലൊക്കേഷനിലായിരിക്കും ഒത്തിരി കേക്ക് മുറിക്കലുണ്ട് മമ്മൂക്കയുടെ കൂടെ. അത് ശ്രദ്ധിച്ചായിരുന്നു. എല്ലാ കേക്കും മമ്മൂക്കയുടെ കൈ കൊണ്ട് ഇങ്ങനെ വായിലിട്ട് വരാൻ വേണ്ടിയിട്ട് ഓടി എല്ലാരും ചെല്ലും. ഞാൻ ആദ്യം ഉണ്ടാവും, കാരണം എപ്പോഴും കിട്ടൂലല്ലോ ഈ ഭാഗ്യം. എത്ര ഫോട്ടോ ആണെന്നറിയോ മമ്മൂക്കയുടെ കൂടെ കേക്ക് മുറിക്കല്. അത് കേക്ക് മുറിക്കൽ മാത്രമല്ല, വാങ്ങിക്കാനായിട്ട് പോയി. അത് ന്യൂ ഇയർ, ക്രിസ്മസ്, പിന്നെ CBIയുടെ ആഘോഷം, അങ്ങനെ കുറെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് വരുവാണെങ്കിലും എപ്പോഴും അവിടെ ഈ CBIയില് ഒരു ഫീമെയിൽ ഓഫീസർ, കൂടെയുള്ള ഓഫീസർ ഞാനാണ്. അപ്പൊ വേറെ ആരുമില്ല. അപ്പൊ അത് കാരണം എനിക്ക് അതൊരു എന്താ പറയാ അഡ്വാൻറ്റേജ് ആയി എന്ന് പറയാം. അപ്പൊ എപ്പോഴും ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവിടെ ഉള്ള കൂട്ടത്തിൽ പെൺകുട്ടി എന്നുള്ള ഒരു മര്യാദക്ക് ആദ്യം എനിക്ക് തരും. അങ്ങനെ ഒരു പെറ്റായിരുന്നല്ലേ CBI 5ന്റെ ലൊക്കേഷനിൽ. അങ്ങനെ ഒരു സ്നേഹം എല്ലായിടത്തും എക്സ്ട്രാ ഉണ്ടായിരുന്നു. കുറെ സമയമൊക്കെ നമ്മൾ സങ്കടപ്പെട്ടില്ലേ, നല്ല കഥാപാത്രങ്ങൾ വരുന്നില്ല, അല്ലെങ്കിൽ സിനിമ കുറെ സമയം ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുന്നു. ആ വിഷമങ്ങളെല്ലാം CBI 5 തീർത്തോ? അങ്ങനെ ആദ്യമൊക്കെ വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് അന്ന് ഈ ഇൻസ്റ്റാഗ്രാമും റീൽസും ഇതൊന്നും ഇത്ര പോപ്പുലർ ആയിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ പ്രോപ്പർ ഓഡീഷനൊക്കെ ഉണ്ട് എന്ന് പോലും അറിയുന്നത് വളരെ വൈകിയാണ്. അപ്പോൾ ഭാഗ്യത്തിന് ദൃശ്യത്തിന് എനിക്ക് ഓഡീഷന് പങ്കെടുക്കാൻ പറ്റി, സിനിമ കിട്ടി. അപ്പൊ ഞാൻ തെറ്റിദ്ധരിച്ചു, ഇന്ത്യയിൽ തന്നെ ഇത്രയും ഹിറ്റായ ഒരു സിനിമ, അതിൽ ഞാൻ പാട്ടാണ്, അപ്പൊ എനിക്കിനി കുറെ പടം കിട്ടും. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണ മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ. അത് വൻ തെറ്റിദ്ധാരണകളാണെന്ന് എനിക്ക് മനസ്സിലായി, ബോധ്യമായി. അപ്പോൾ പിന്നെ അപ്പോഴാണ് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു, അയ്യോ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഞാൻ ചിന്തിച്ചു, അങ്ങനെ ചിന്തിക്കണതിൽ കാര്യമില്ല. ഇപ്പൊ നമ്മൾ എത്ര ടാലന്റ് ഉണ്ടെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് ഒരു ലക്ക് ഫാക്ടർ എന്ന് പറഞ്ഞ സാധനം എന്തായാലും ഉണ്ട്. അതിപ്പോ ഏത് മേഖലയിലാണെങ്കിലും സിനിമയിൽ ഇത്തിരി കൂടുതൽ വേണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതിൽ നമ്മൾ അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യണ്ട, അങ്ങനെയുള്ളൊരു തീരുമാനത്തിലിരുന്നു. അത്രയേ ഉള്ളൂ. നമ്മളിപ്പോ CBI 5 ഇറങ്ങി 2 തരത്തിലുള്ള റിവ്യൂസ് ആണ് കേട്ടോണ്ടിരിക്കണേ. എന്റെ ഡിഫറെന്റ് പോൾസ് പോലുള്ള റിവ്യൂസ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. അത് അപ്പൊ ഈ നെഗറ്റീവ് റിവ്യൂ എന്ന് പറയുന്ന സാധനം ഉണ്ട്. നമുക്ക് ഒരിക്കലും അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ നെഗറ്റീവ് റിവ്യൂ വായിക്കുമ്പോൾ